പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകരെ അറിയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പനി ബാധിച്ച് ചികിത്സയിലിരുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ മരണം നിപ്പ ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ് ഇക്ബാൽ. രാവിലെ തന്നെ ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് നമുക്ക് പങ്കുവെക്കേണ്ടത് ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. മണ്ണാർക്കാട് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു, ക്വാറന്റൈനിലാണ്, കണ്ടെയ്ൻമെന്റ് സോണുകൾ വന്നു. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ 58 വയസ്സുകാരൻ്റെ റൂട്ട് മാപ്പും ഇനി സമ്പർക്ക പട്ടികയും പ്രസിദ്ധീകരിക്കണം. ആ പ്രദേശങ്ങളിലുള്ളവരോട് ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒഴിഞ്ഞു എന്ന് കരുതിയ നിപ്പ തിരിച്ചു വരുന്നു എന്നുള്ളൊരു ആശങ്കയിലാണോ പാലക്കാട്ടുകാർ? അരുൺകുമാർ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നാട്ടുകൽ കിഴക്കുംപുറം സ്വദേശിയായിട്ടുള്ള 38 വയസ്സുകാരിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇവരുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന പല ആളുകൾക്കും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനകളിലെല്ലാം ഈ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം നിപ്പ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട്ടിൽ വലിയ രീതിയിൽ നിപ്പ വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കാൻ മരിച്ച 58-കാരന് നിപ്പ സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആരോഗ്യവകുപ്പ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 58-കാരൻ്റെ സാമ്പിൾ മഞ്ചേരിയിലെ ഈ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നത്. രാത്രിയോടുകൂടി ഈ ഫലം വന്നപ്പോൾ ഇയാൾക്ക് നിപ്പ ഉണ്ട് അല്ലെങ്കിൽ നിപ്പ പോസിറ്റീവ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഈ വ്യക്തിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. മാത്രമല്ല ഇയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുള്ള മുഴുവൻ ആളുകളും ഉടൻ തന്നെ ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന ഒരു നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ഇയാളുടെ സാമ്പിൾ ഇപ്പോൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്വദേശിയാണ്. ആ കുമരമ്പത്തൂർ മേഖലയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉടൻ തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല മാസ്ക് നേരത്തെ തന്നെ ജില്ലയിൽ നിർബന്ധമാക്കിയതാണ്. അത് ഒരിക്കൽ കൂടി ജില്ലാ ഭരണകൂടം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നു മുതൽ ജില്ലയിലുള്ള ആളുകൾ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. പ്രത്യേകിച്ച് മണ്ണാർക്കാട് മേഖലയിലുള്ള ആളുകൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ നിലവിലില്ല. പക്ഷേ എങ്കിൽ പോലും ജാഗ്രത പാലിച്ചാൽ ഈ രോഗവ്യാപനം തടയാൻ കഴിയും എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് കടുത്ത പനി ബാധിച്ചിട്ടുള്ള ഈ 58 വയസ്സുകാരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇയാൾ ഇതിനു മുമ്പ് മണ്ണാർക്കാട്ടെ ആശുപത്രികളിൽ ഉൾപ്പെടെ ചികിത്സ തേടിയിരുന്നു. മണ്ണാർക്കാട്ടെ ഏതാനും ക്ലിനിക്കുകളിൽ ചികിത്സ തേടിയിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അവിടേക്ക് എത്തിയിട്ടുള്ള മറ്റ് രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർക്കെല്ലാം അവരെല്ലാം കണ്ടെത്തി ഉടൻ തന്നെ ക്വാറന്റൈനിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശം നൽകും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിട്ടുള്ള വിവരം. നേരത്തെ ഈ നാട്ടുകൽ കേസിൽ നാട്ടുകലിലെ ഈ നിപ്പ ബാധിതയായിട്ടുള്ള യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നിരുന്നു. ആ എണ്ണം കുറഞ്ഞു വന്നതിന്റെ ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിവരം അതേപോലെ മണ്ണാർക്കാടും. അരുൺകുമാർ, അതാണ് തീർച്ചയായും നാട്ടുകൽ മേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ വ്യത്യാസത്തിലാണ് ഈ കുമരമ്പത്തൂർ മേഖലയിലുള്ളത്. മാത്രമല്ല നേരത്തെ നിപ്പ സ്ഥിരീകരിച്ചുള്ള 38 വയസ്സുകാരുടെ സമ്പർക്ക പട്ടികയിലോ അല്ലെങ്കിൽ ഇവരുടെ സെക്കൻഡറി കോൺടാക്റ്റിലോ പോലും ഇല്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള 58 വയസ്സുകാരൻ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള വിവരം. അതാണ് ജില്ലാ ഭരണകൂടത്തിന് ഒരു ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന വിവരം. എങ്ങനെയാണ് ഇവിടേക്ക് നിപ്പ എത്തിയത്, എന്താണ് ഇവിടേക്ക് നിപ്പ എത്തിയതിൻ്റെ ഉറവിടം എന്നുൾപ്പെടെ കണ്ടെത്താനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. നേരത്തെ ഈ 38 വയസ്സുകാരുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു മലപ്പുറത്ത് താമസിക്കുന്ന ഒരു അതിഥി തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു ആശങ്ക നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് ഇയാളെ കണ്ടെത്തി എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വന്നതാണ്. ഇനി ഇയാൾ വഴിക്കെങ്ങാനുമാണോ ഇത്തരത്തിലുള്ള വ്യാപനം നടന്നതെന്നുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ നിലവിലില്ല. പോലീസിന്റെ സഹായത്തോടുകൂടി ഉടൻ തന്നെ ഈ 58-കാരൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കും. ആളുകൾ ജാഗ്രത മാത്രം പാലിച്ചാൽ മതി എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അവരെല്ലാം ഉടൻ തന്നെ ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കണം. മാത്രമല്ല ഈ കുമരമ്പത്തൂർ മേഖലയിൽ പ്രവേശന നിയന്ത്രണം നിലവിൽ തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളൊന്നും തെറ്റിക്കാതെ കൃത്യമായി ജാഗ്രത പാലിച്ചാൽ ഈ രോഗവ്യാപനം തടയാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. മണ്ണാർക്കാട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, കുമരമ്പത്തുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യത്തെ യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്തയാളാണ് ഈ 58 വയസ്സുകാരൻ. അതിലൊരു ആശങ്കയുള്ളത് ഈ 58 വയസ്സുകാരൻ മരിച്ചുപോയി. അപ്പോൾ അയാളോട് ഇനിയിപ്പോൾ ചോദിച്ചിട്ട് എവിടെയൊക്കെ പോയി സമ്പർക്കം നടത്തിയത് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. സെക്കൻഡറി
ഹൗസിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവൂ. എങ്കിലും പരമാവധി ഇയാളുമായി സമ്പർക്കം പുലർത്തിയ മുഴുവൻ ആളുകളും, കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയ മുഴുവൻ ആളുകളും ക്വാറന്റൈനിൽ പോവുകയാണ് വേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പനിയോ നിപ്പ ലക്ഷണങ്ങളോ കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുക, ഉടൻ ചികിത്സ തേടുക എന്നുള്ളതാണ്. നിപ്പ കൈവിട്ടു പോകാത്ത വിധം പ്രതിരോധിക്കാൻ നമ്മുടെ ജാഗ്രതയാണ് വേണ്ടത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ മരിച്ചയാൾക്ക് നിപ്പ പ്രാഥമികമായി മഞ്ചേരിയിൽ നടന്ന പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും താഴെ നിന്ന് വീണ് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ, പ്രത്യേകിച്ച് ഏതെങ്കിലും വവ്വാലുകളോ ഏതെങ്കിലും ജീവികളോ ഭക്ഷിച്ചുപേക്ഷിച്ചിട്ട് പോയ ഒരു ഭക്ഷണ പദാർത്ഥവും കൈകൊണ്ടെടുത്ത് കഴിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കടുത്ത ജാഗ്രതയിൽ തന്നെയായിരിക്കണം. പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക.